ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളോട് എന്തായിരിക്കാം പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ടൊക്കെ മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. വാട്ട് ഡു ദേ ടു ടെൽ യു റൈറ്റ് നൗ? ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? ഓക്കെ, മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ വ്യക്തി ഈ ഒരു സമയത്ത്, ഈ ഒരു സിറ്റുവേഷനിൽ എന്തായിരിക്കാം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? വാട്ട് യു വാണ്ട് ടു ടെൽ യു റൈറ്റ് നൗ? ഈ ഒരു സമയത്ത് ഈ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? അറ്റാച്ച്മെൻറ്റ്. ഓക്കെ, മാസ്റ്റർ കാർഡ് അറ്റാച്ച്മെൻ്റ് ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുള്ള സ്പ്രെഡ്. എന്ത് തന്നെ ആയിരുന്നാലും ഈ ഒരു സാഹചര്യത്തിൽ ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് എന്നുള്ളത് നമുക്കിവിടെ വ്യക്തമാണ്. ഈ പേഴ്സൺ നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ തുറന്ന് പറയാനായിട്ടുണ്ട്. അതായത് പല കാര്യങ്ങളും റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് തന്നെ നിങ്ങളോട് കൂടുതലായിട്ട് ഈ വ്യക്തി ഓപ്പണായി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ അറിയാത്ത ഒരുപാട് സീക്രട്സ് ഈ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഈ വ്യക്തിക്ക് പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു കൺഫ്യൂഷൻ അവരുടെ ലൈഫിൽ ഇപ്പോൾ അവർക്ക് ഫേസ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട് എന്ന് കാണുന്നുണ്ട്. അതായത് അവർക്ക് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ, അല്ലെങ്കിൽ അവർക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അവരുടെ ലൈഫിൽ വന്നു പോയത് കൊണ്ട് ഈ റിലേഷൻഷിപ്പിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. വളരെ ശക്തമായിട്ടുള്ള ഒരു തടസ്സം അല്ലെങ്കിൽ മറ്റു വ്യക്തികളുടെ ഒരു ഒപ്പോസിഷൻ ഈ റിലേഷൻഷിപ്പിൽ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ ആ സാഹചര്യത്തോട് അവർ ഫൈറ്റ് ചെയ്യുന്നുണ്ട്, മറ്റ് പാത്തുകൾ അവർ ചൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് അഡ്ജസ്റ്റഡ് പോസിബിലിറ്റീസ് അവർ അന്വേഷിക്കലുണ്ട്. ഡയറക്റ്റായിട്ട് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. നിങ്ങളുമായിട്ട് യാതൊരു കമ്മ്യൂണിക്കേഷനും സാധ്യമാകാത്ത രീതിയിലുള്ള തടസ്സങ്ങളാണ്. ചിലപ്പോൾ ഒരു വ്യക്തിയായിട്ട് തന്നെ നിങ്ങളെ ഈ രീതിയിൽ സെപ്പറേഷൻ ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി കാരണമാണ് ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ ഒരു അബ്നോർമാലിറ്റിയിലേക്ക് പോയത് എന്ന് കാണുന്നുണ്ട്. ഈ വ്യക്തി എന്ത് തന്നെ ആയിരുന്നാലും അവരിപ്പോഴുള്ള സാഹചര്യത്തിൽ അവരൊട്ടും തന്നെ ഹാപ്പി അല്ല. അവരെപ്പോഴും ഉറ്റുനോക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ആ ഒരു റീബർത്ത് അല്ലെങ്കിൽ റീയൂണിയൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അവരുടെ ജീവിതത്തിൽ ഇത്രയധികം മാറ്റങ്ങൾ വരുത്തിയൊരു വ്യക്തിയാണ് നിങ്ങൾ എന്നവർ ചിന്തിക്കുന്നുണ്ട്. ആ ഒരു കാര്യം ഇപ്പോൾ അവർ ഓർക്കുന്നുണ്ട്. റിപ്പീറ്റായിട്ട് അവരുടെ മനസ്സിൽ, അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ ആ ഒരു ഓർമ്മയാണ് അവർക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഇത്രയും സ്ട്രഗിൾസിനിടയിൽ പോലും അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് എന്നുള്ളതാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അത്രയും ഒരു അറ്റാച്ച്മെൻ്റ് ആണ് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ളത്. ഇപ്പോൾ അവരുടെ മുഖംമൂടി അണിഞ്ഞിരിക്കുകയാണ്. അവരുടെ റിയൽ ഫേസ് എന്താണ്, റിയൽ സിറ്റുവേഷൻ എന്താണ് എന്നൊന്നും അവർക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാരിഫൈഡ് അല്ല, നിങ്ങൾക്ക് അതിലൊരു വ്യക്തത വരുന്നില്ല. കാരണം അവരത്രയും നിങ്ങളുമായിട്ട് സെപ്പറേഷനിലാണ്, യാതൊരു വിധത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ തമ്മിൽ ഇല്ലാത്തതായിരിക്കാം. അതുകൊണ്ടാണ് പല കാര്യങ്ങളും നിങ്ങൾക്ക് അൺനോൺ ആണ് എന്നുള്ളത് ഈ റിലേഷൻഷിപ്പിൽ കാണുന്നത്. ഒരുപാട് പേർക്കും ഒരു ഫിനാൻഷ്യൽ ഇൻസെക്യൂരിറ്റി ഫീലിങ്സ് ഉണ്ട്. അതായത് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആണ് ഈ ഒരു സെപ്പറേഷന് കാരണമായിട്ട് ഇവിടെ കാണുന്നത്. എന്ത് സ്ട്രഗിൾ വന്നിരുന്നാലും നിങ്ങളോടിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുമായിട്ട് ഉള്ള ഒരു സന്തോഷകരമായിട്ടുള്ളൊരു കുടുംബജീവിതം അവർ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. ഫാമിലി, കുട്ടികളൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള ലൈഫ് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അതുപോലെ ഇപ്പോൾ ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരുന്നു പോലും അവർക്ക് നിങ്ങളുടെ ആ ഒരു പ്രസൻസ് അവർക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അവർ നിങ്ങളോട് അടുത്തതായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഈ ഒരു മെസ്സേജസ് ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ വ്യക്തിയിൽ നിന്നുള്ള സോൾ മെസ്സേജസ് എന്താണെന്ന് കൂടി നോക്കാം. ഓക്കെ, യെസ്,
ഏതൊരു സാഹചര്യത്തിലും അവർ ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിൽ ഇതുവരെ കടന്നു പോയ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് ഒരു റീസ്റ്റാർട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അവർ നിങ്ങളോട് പറയുന്നത്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം അവരുടെ മനസ്സ് ഒരുപാട് ഉത്കണ്ഠപ്പെടുന്നുണ്ട്. എന്താണ് ഇനി മുന്നോട്ട് ഡിസിഷൻ എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സെപ്പറേഷൻ കാരണം നിങ്ങളെ അവർക്ക് പൂർണ്ണമായി നഷ്ടമായി പോകുമോ എന്ന് അവർ ആശങ്കപ്പെടുന്നു എന്നുള്ളതാണ്. അവർ ഒരുപാട് തവണ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ശ്രമിച്ചിട്ടുണ്ട്, ഇപ്പോഴും അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് എന്തോ ഒരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ടാവുന്നില്ല. ഓക്കെ, അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കുകളായിരിക്കാം ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാം അവർ നിങ്ങളുടെ മുന്നിൽ വരാനായിട്ട് വളരെയധികം അവർക്കൊരു നിങ്ങളെ ഫേസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടായിരിക്കാം അവർക്ക് അനുഭവപ്പെടുന്നത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തോളൂ, ഈ ഒരു നിമിഷത്തിൽ നിങ്ങളുടെ ലൈഫിൽ കാര്യമായ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുമെന്നുള്ളൊരു മെസ്സേജ് നമുക്കിവിടെ യൂണിവേഴ്സിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. യൂണിവേഴ്സൽ കാർഡാണ് കോണുകോപ്പിയ. തീർച്ചയായിട്ടും ഒരു ട്രാൻസ്ഫോർമേഷൻ ഉടൻ തന്നെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുക എന്ന യൂണിവേഴ്സിൽ നിന്നുള്ള മെസ്സേജാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പല രീതിയിലുള്ള മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ട സമയമാണ്. അതായത് പ്രാർത്ഥിക്കുക, നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരനിൽ അല്ലെങ്കിൽ നിങ്ങൾ ഏതൊരു ശക്തിയാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ആ ഒരു ശക്തിയിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട്, യൂണിവേഴ്സിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക, നിങ്ങൾ അഫർമേഷൻസ് പറയുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണിത്. യെസ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക. നിങ്ങളിപ്പോൾ ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്ന വ്യക്തികളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ അത്തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കും, പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിനായിട്ട് നിങ്ങൾ ഒരു സ്പിരിച്വൽ പാത്തിലൂടെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളൊരു മെസ്സേജാണ്. ആൻഡ് യെസ്, ഈ വ്യക്തി നിങ്ങളോടിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഏതൊരു സാഹചര്യമാണ് എങ്കിൽ പോലും അവർ നിങ്ങളെ നേടിയെടുക്കുന്നത് വരെയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങളിലൂടെ കടന്നു പോകുമെന്നുള്ളതാണ്. ദെൻ ഓക്കെ, ഡോക്ടർ റൊമാൻസ്. തീർച്ചയായിട്ടും ഈ ഒരു കാർഡ് നിങ്ങൾ കാണാൻ ഇടയാവുന്നുണ്ടെങ്കിൽ ഈ കാർഡിൽ എല്ലാ രീതിയിലുള്ള പോസിറ്റിവിറ്റീസും ഉണ്ട്. ഓക്കെ, ഒരു അല്പനേരം നിങ്ങൾ ഇതൊന്ന് പോസ് ചെയ്തിട്ട് ഈ ഒരു കാർഡ് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും ഈ ഒരു കാർഡ്, ഈ ഒരു നിമിഷം നിങ്ങൾ ഈ ഒരു കാർഡിലൂടെ അറിയുന്നത് ആ ഒരു പോസിറ്റിവിറ്റിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ റൊമാൻസിലുള്ള ഒരു ഡോറാണ് ഈ ഒരു സമയം ഓപ്പൺ ചെയ്യപ്പെടുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ളൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഉടനെ തന്നെ സംഭവിക്കുമെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഈ വ്യക്തി പിന്നീട് പറയാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് ജീവിതത്തിലുള്ള ഒരു കാര്യത്തിലും അവർക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല. അവരുടെ ജോലിയിലായിരുന്നാലും അവരുടെ സ്റ്റഡീസിലായിരുന്നാലും അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനേ പറ്റുന്നില്ല. അവരെപ്പോഴും ഈ ഒരു ട്രാൻസ്ഫോർമേഷനിൽ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഈ റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബന്ധമായിട്ട് മാറും എന്ന് അവർ പ്രതീക്ഷിക്കുന്നു എന്നാണ് പറയുന്നത്. അതിനായിട്ട് ഇപ്പോൾ ഈ ഒരു സമയത്ത് അവർ സ്പിരിച്വൽ പാത്തിലോട്ട് മൂവ് ചെയ്തിട്ടുണ്ടാവാം, സ്പിരിച്വലി അവേക്കൻഡ് ആയിട്ടുണ്ടാവാം. ഓക്കെ, അവർ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളെ അവരുടെ ലൈഫിൽ തിരിച്ചു കൊണ്ടുവരാനായിട്ട്. അവരൊരുപാട് തരത്തിൽ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അവർ വ്യക്തമാക്കുന്നത് അവരുടെ സാഹചര്യം കൂടിയാണ്. അവർ ചിന്തകൾ കൊണ്ട് എപ്പോഴും നിങ്ങളുടെ കാര്യങ്ങൾ അവർ പോസിറ്റീവായിട്ട് എടുക്കുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് അവർ ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. പക്ഷെ അവരുടെ സാഹചര്യങ്ങളാണ് അവർക്ക് ഒപ്പോസിംഗ് ആയിട്ട് നിൽക്കുന്നത്. അവർക്കൊരു ടൈഡപ്പ് സിറ്റുവേഷനാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്നാണ് അവർ പറയുന്നത്. ആൻഡ് യെസ്, ഈ ഒരു സമയത്ത് അവർ നിങ്ങളെക്കുറിച്ച് അറിയുന്നുണ്ട്, അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കുകൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിലെ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്തുകൊണ്ട് ഇനി മുന്നോട്ട് നല്ല രീതിയിലുള്ളൊരു ലൈഫ് ലീഡ് ചെയ്ത് പോകണം, നിങ്ങളുമായിട്ട് എല്ലാ കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവർ മനസ്സുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ അരികിൽ ഉണ്ട് എന്നവർ വ്യക്തമാക്കുന്നുണ്ട്. അതായത് അവർ ഒരുപാട് തവണ, അതായത് ഇപ്പോൾ നിങ്ങളുമായിട്ട് സെപ്പറേഷനിൽ പല തവണ അവർ പോയിട്ടുണ്ടാവും. പക്ഷെ ആ സമയത്തൊക്കെയും അവർക്ക് എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യം എപ്പോഴും നിങ്ങളുടെ പ്രസൻസ് അവർക്ക് ഉണ്ടാവുന്നു എന്നുള്ള കാര്യമാണ്. ഓക്കെ, അത് നിങ്ങളോടിപ്പോൾ പറയാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ അവരുമായിട്ട് യാതൊരു കോൺടാക്റ്റിലില്ല, അല്ലെങ്കിൽ നിങ്ങൾ സൈലൻ്റ് ആയിട്ടിരിക്കുന്നു, നിങ്ങൾ ഈ വ്യക്തിയെ ഫോളോ ചെയ്തിരുന്നത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എപ്പോഴും അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളുണ്ട്. ഒരിക്കലും ഒരു ഡിസ്റ്റൻസിനും നിങ്ങളെ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ വ്യക്തിയിൽ നിന്നുള്ള സോൾ മെസ്സേജസ് ആയിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം.
Okay, clues connecting to this relationship. Number 1, 18, 43, 37. Number 5, 29, 52, 23, 17. Number 3, 31, 12, 28, 22, 42, 49, 52, 54, 45, 34 and 61. ഈ നമ്പേഴ്സിനെല്ലാം സിഗ്നിഫിക്കൻസ് ഉണ്ട്. ദെൻ ലെറ്റർ എസ്, ലെറ്റർ സി, ലെറ്റർ എൻ, ലെറ്റർ ഒ, ലെറ്റർ കെ, ലെറ്റർ ആർ, ലെറ്റർ എ, ലെറ്റർ എച്ച്, ലെറ്റർ എൻ, ലെറ്റർ ജി, ലെറ്റർ ഇ, ലെറ്റർ ഐ, ലെറ്റർ എൽ, ലെറ്റർ ടി, ലെറ്റർ എം, ലെറ്റർ പി, ലെറ്റർ എൻ, ലെറ്റർ വി. ഈ ലെറ്റേഴ്സിനെല്ലാം തന്നെ സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഏരീസ്, ലിയോ, സജിറ്റേറിയസ്, സ്കോർപിയോ, അക്വേറിയസ്, സ്പൈസസ്, ക്യാൻസർ, ലിബ്ര, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ എന്നീ സോഡിയക് സൈനിലുള്ള വ്യക്തികളുണ്ട്. ഫെബ്രുവരി മന്ത്, ഏപ്രിൽ, ജൂൺ, ഓഗസ്റ്റ്, ജൂലൈ, സെപ്റ്റംബർ, ഡിസംബർ എന്നീ മാസങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ വ്യക്തി ഓൾറെഡി സ്പിരിച്വലി അവേക്കൻഡ് ആയിട്ടുള്ള, സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ വ്യക്തി ഒരു ഹീലർ അല്ലെങ്കിൽ ഒരു അസ്ട്രോളജർ ആയിരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഈ വ്യക്തിക്ക് ഹെയറിൽ എന്തോ ഒരു പ്രത്യേകത കാണുന്നുണ്ട്. ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഒരു കാര്യങ്ങളും മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടാത്തൊരു വ്യക്തി ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ ആയിരിക്കാം. പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. പെട്ടെന്ന് ചില കാര്യങ്ങൾക്ക് റിയാക്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറുള്ള വ്യക്തികളായിരിക്കാം. അതുപോലെ തന്നെ പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന ഒരു വ്യക്തിയുമായിരിക്കാം. ഈ വ്യക്തിക്ക് ചില വാഹനങ്ങളോട് ക്രേസ് ഉണ്ട്, എസ്പെഷ്യലി ഓൺ 2 വീലേഴ്സ്. അതുപോലെ ഈ വ്യക്തിയുടെ കണ്ണുകൾക്ക് പ്രത്യേകത ഉണ്ട്. ഈ വ്യക്തി ഗാർഡനിങ് ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ്. ഫീൽഡിൽ ജോലി ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ പഠിക്കുന്ന വ്യക്തികളുണ്ട്. ഈ വ്യക്തി ഒരു സിംഗർ ആയിരിക്കാം. മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫിലിം ഫീൽഡിൽ ജോലി ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. കലാപരമായിട്ടുള്ള കഴിവുകളുള്ള വ്യക്തികളായിരിക്കാം. ആർട്ടിസ്റ്റ് ആയിരിക്കാം. സ്പോർട്സ് മേഖലയിൽ താല്പര്യമുള്ളവരോ സ്പോർട്സ് മേഖലയിൽ ജോലി ഉള്ള വ്യക്തികളോ ആയിരിക്കാം. റെഡ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട്. ഗോൾഡൻ യെല്ലോ, ഡീപ്പ് ബ്ലൂ, യെല്ലോ കളർ, ഗ്രീൻ കളർ, ബ്ലാക്ക് കളർ ആൻഡ് ഓൾസോ വൈറ്റ് കളർ. ഈ കളേഴ്സിനെല്ലാം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസ്. ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇത് ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്തോളൂ, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കൂ. ഇപ്പോൾ റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.